കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഒന്നിലാണ് മമ്മൂക്കയുടെ ഒരു ഇന്റർവ്യൂ ഗംഭീരമായിട്ട് ഇംഗ്ലീഷിൽ വന്നത്. അതൊന്ന് പറഞ്ഞ് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എലക്ഷൻ ആയി പോയില്ലേ, അതിൻ്റെ ഇടയിലാണ് കുടുങ്ങിപ്പോയി. നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. Is that what happens? It is. Yeah. I don't know when these people fight, people in the war will become more humans. Yeah. സൈലൻസ് സൈലൻസ് സൈലൻസ്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അദ്ദേഹം പറയുന്നത് when you go older you will become more human. നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ നല്ല മനുഷ്യരായിത്തീരും. പിന്നെ അപ്പോൾ അവതാരിക ചോദിക്കുന്നുണ്ട്, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ നല്ല മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ഭയങ്കര രസകരമായിട്ടാണ് അവർ ചോദിച്ചത്. യെസ് ഇറ്റ് ഈസ്. നമുക്ക് അവിടെ പറയുന്നത് യെസ് ഇറ്റ് ഈസ്. അംഗീകരിക്കുകയാണ്, ഞാൻ പ്രായമായി കൊണ്ടിരിക്കുന്നു, കൂടുതൽ കൂടുതൽ ഞാൻ പ്രായമായി കൊണ്ടിരിക്കുന്നു. അപ്പോഴെന്തോ ഞാൻ കൂടുതൽ ഹ്യൂമൺ ആയിട്ട് മാറുന്നു എന്നെനിക്ക് തോന്നുന്നു എന്നാണ് മമ്മൂക്ക പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ലോക വീക്ഷണത്തെക്കുറിച്ചിട്ട്, ലോകത്തെക്കുറിച്ച് മമ്മൂക്കയുടെ ഒരു വീക്ഷണമാണ്, മനുഷ്യരെ കുറിച്ച്. കേൾക്കണേ. യെസ്, അടുത്ത വരിയാണ്, ഐ ഡോണ്ട് നോ വെൻ ദീസ് പീപ്പിൾ ഫൈറ്റ് ഇൻ ദ വാർ വിൽ കം മോർ ഹ്യൂമൻസ്. ഈ യുദ്ധങ്ങളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ എന്നാണ് നല്ല മനുഷ്യരായിട്ട് മാറുക എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഹി ജസ്റ്റ് ബിക്കെയിം സോ സൈലന്റ്. ഭയങ്കര നിശബ്ദമായിട്ട് ഏതോ ദൂരഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന പോലെ. നോക്കൂ, ലുക്ക് അറ്റ് ഹിം. സൈലൻസ്, ദോസ് സൈലൻസ്. എന്തൊരു ഗംഭീരമായിട്ടുള്ള നിശബ്ദയാണ്. ആ ഒരു നിശബ്ദതയാണ് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയുടെ സൗന്ദര്യം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് തെളിയിക്കുന്ന ചില നിമിഷങ്ങളാണത്. ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിച്ച് മാറിയത് പോലെയാണ് എനിക്ക് ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയത്. കാരണം അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞ് ചുമ്മാ തൻ്റെ തൊണ്ടക്കുടിയിലൂടെ എന്തെങ്കിലും 4 വരികളാണ്ട് പുറത്തേക്ക് പറയുകയല്ല. ഹി വാസ് ജസ്റ്റ് ഹി ഫെൽറ്റ് ഇറ്റ്. അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തു, നന്നായിട്ട് ഫീൽ ചെയ്തു. ആ ഫീൽ ചെയ്ത വാക്ക് പറയുമ്പോൾ അദ്ദേഹം ആ ഒരു വാക്കിനൊപ്പം അദ്ദേഹം അറിയാതെ ആ ഒരു മൂകതയിലേക്ക് ഇന്ന് പോയി എന്നുള്ളതാണ്. എത്ര പേര് ആ ഒരു നിശബ്ദതയെ പറ്റി ചിന്തിച്ചു എന്നറിയില്ല. എനിക്ക് ഭയങ്കര സെക്കൻഡുകൾ ഇങ്ങനെ, എന്നാണ് ഈ ലോകത്തെ മനുഷ്യരൊക്കെ നല്ല മനുഷ്യരായി മാറുക, ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ എന്നാണ് നല്ല മനുഷ്യരായിട്ട് മാറുക എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു തലയാട്ടത്തോട് കൂടിയിട്ട് അദ്ദേഹം ഇങ്ങനെ സൈലൻസിലേക്ക് ഇങ്ങനെ പോയിരുന്നു. പെട്ടെന്ന് ചോദ്യം ചോദിക്കുന്ന ആള് യാ എന്ന് പറഞ്ഞ് അതിനൊന്ന് ഡിസ്റ്റർബ് ചെയ്തു എന്ന് എനിക്ക് തോന്നിപ്പോയത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി എല്ലാ ആരാധകരും കേട്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് അടുത്തതായിട്ട് മമ്മൂക്ക പറയുന്നത്. അതിങ്ങനെയാണ്, Actually, we have never had the stardom on our shoulders. We are normal human beings, like friends, maybe more closer friends. Our family is very close together. So there is no, see, but he is coming and I am coming, I want this, nothing like that. See, when initially, when my first day, when I was accompanied by his manager, not mine. Really? Because my manager was looking after him in Ceylon, Sri Lanka. He only, Anthony was accompanying me, Andrew was there. നിങ്ങൾ റിയലി എന്ന് കേട്ടോ ഒരു വാക്ക്. ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് വരുന്നത് കേരളത്തിൽ നിന്നല്ല, അവരങ്ങണ്ട് നമ്മുടെ ഡൽഹി ബേസ്ഡാണ്. ഡൽഹി ബേസ്ഡ് നമുക്ക് ആ ഒരു ബോളിവുഡ് സിനിമകളൊക്കെ നമുക്കറിയാം. അവിടെയൊന്നും ഇത്തരത്തിലുള്ളൊരു നടന്മാർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. മമ്മൂക്ക പറയുന്നത്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഫൈറ്റൊന്നുമില്ല, ഞങ്ങൾ ഇതങ്ങനെ ചെയ്തു, ഇത് ചെയ്തു, അത് ചെയ്തു, അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ തമ്മിൽ. മമ്മൂക്ക പിന്നെ പറയുന്നത്, ഈ അടുത്ത് തന്നെ എൻ്റെ ഒപ്പം എന്നെ അക്കമ്പനി ചെയ്തത് അവൻ്റെ മാനേജറാണ്. ആൻ്റണിയായിരുന്നു എൻ്റെ ഒപ്പം. എൻ്റെ മാനേജറായിട്ടുള്ള ആൻഡോ മോഹൻലാലിൻ്റെ ഒപ്പമായിരുന്നു, മോഹൻലാലിനെ അക്കമ്പനി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇതെല്ലാ ആരാധകരും കേട്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് തോന്നിപ്പോകുന്നത്. എല്ലാ ആരാധകരും തീർച്ചയായിട്ടും കേട്ടിരിക്കണം. കാരണം ഇദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ there is no fight between them. അവർക്കിടയിൽ ഒരു ഫൈറ്റും ഇല്ല.
പക്ഷേ ഫൈറ്റ് മുഴുവൻ ഈ ആരാധകർക്കിടയില്ല. എന്ത് തേങ്ങിക്കാന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ഇവരൊക്കെ തമ്മിൽ ഇവർ നല്ല ബോണ്ടാണ്. ഇച്ചാക്ക എന്നാണ് മമ്മൂക്കയെ മോഹൻലാൽ വിളിക്കുക. മമ്മൂക്കയ്ക്ക് അസുഖം വന്ന സമയത്ത് ശബരിമല, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ശബരിമല കയറിയിട്ട് മമ്മൂട്ടിയുടെ പേരിൽ ഒരു എന്താ പറയുക, ആചാരപരമായിട്ടുള്ള സംഗതിയൊക്കെ കഴിപ്പിക്കുകയൊക്കെ ചെയ്തൊരാളാണ് ആര്? മോഹൻലാൽ. അത്രയും സ്നേഹമാണ്, ഒരു ഏട്ടനോടുള്ള സ്നേഹമാണ്. പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ള സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്കയുടെ വീട്ടിൽ മാത്രമാണ് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു നിയമം മാറ്റുന്നുണ്ടെങ്കിൽ അത് മോഹൻലാലിന് വേണ്ടി മാത്രം മാറ്റുന്നത് മമ്മൂക്കയുടെ വീട്ടിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നിയമം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമലത്ത് പറഞ്ഞ മദ്യപാനമായിരിക്കാം. മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞിട്ട്, ഞാൻ ഒരാൾക്ക് ഈ മദ്യം കുടിച്ചതിൻ്റെ ബില്ല് കൊടുത്തിട്ടുള്ളത്, അത് മുരളി എന്ന് പറയുന്ന ഒറ്റ സുഹൃത്തിനാണ്. അതിനുശേഷം മോഹൻലാലിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ മമ്മൂട്ടിയുടെ വീട്ടിൽ അത് കഴിച്ചോളൂ എന്ന് പറയുന്ന ഒരു അനുവാദം കൊടുത്തിട്ടുണ്ടാവുക, അത് മോഹൻലാലിന് മാത്രമായിരിക്കാം. മമ്മൂട്ടി അത്രയ്ക്കത് സ്നേഹം രണ്ടുപേർ തമ്മിലുണ്ട്. എന്നിട്ട് പുറത്ത് കാണുന്ന തല്ല് കാണുമ്പോഴാണ് അത്ഭുതം. മമ്മൂക്ക 100 കോടിയിലേക്ക് എത്തില്ല. എന്തിനാണ് ഈ 100 കോടിയെല്ലാം? 100 കോടി മനുഷ്യരുടെ ഇടയിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ പോരെ. 100 കോടിയൊന്നും മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ബിക്കം മോർ ഹ്യൂമൺ. ബൈ.